ഇന്നലെ വിധി വന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നു. അവർക്ക് എത്ര കണ്ടിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല. അതിന് ഞാൻ വരണം. 2021 ബാലേന്ദ്രകുമാറിന്റെ ശേഷം പൾസർ സുനി ഇതിൽ കഥയിലില്ല, കാരണം ദിലീപിനെ കേന്ദ്രീകരിച്ചാണ്. പക്ഷെ 2021 മുമ്പ് മുഴുവൻ പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദിലീപ്. തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. പൾസർ സുനി 2011-12 കാലഘട്ടത്തിൽ എന്തോ ആണ്, എനിക്ക് കൃത്യമായിട്ട് ആ വർഷം ഓർമ്മയില്ല. ഇതുപോലെ വേറൊരു നടിയെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ വീഡിയോ ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തി തന്നെയാണ്. ഈ കേസ് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടൊരു കാര്യം തന്നെ. ദിലീപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കരിയർ 8.5 വർഷത്തോളം ഈ രീതിയിൽ നീണ്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചധികം തെളിവുകളും കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതിൽ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുമുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനുമുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് നടന്ന ദിവസം 2017 ഫെബ്രുവരി 17 ഇത് നടന്ന ദിവസം ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി വെരി ഫസ്റ്റ് ഓടിയെത്തുന്നത് എവിടെയാണ്? ലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ്. അദ്ദേഹം മുഖാന്തരമാണ് ഈ ആ സമയത്തുള്ള IG കോൺടാക്ട് ചെയ്യുന്നതും ഇതൊരു കേസായിട്ട് വീണ്ടും മുന്നേക്ക് പോകുന്നതും. ആദ്യം തന്നെ ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ വണ്ടി ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണിയെ അവിടെ പിടിച്ചു നിർത്തുകയും ആദ്യം ഇദ്ദേഹത്തിൽ സംശയം ഉണ്ടെന്ന് ലാൽ പറയുകയും അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യം തൂക്കുകയും ചെയ്യുന്നത്. അല്ലെ, വ്യക്തമായിട്ട് അറിയാമേ. ഇതിനുശേഷം കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ മാധ്യമ അജണ്ടകൾ, കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് നല്ല രീതിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ദിലീപിന്റെ കുറച്ച് നാൾക്ക് മുമ്പുള്ള പല പരിപാടികളും പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെതിരായിരുന്നു. ഒബ്വിയസ്ലി അവർക്കും ദിലീപിനോടുള്ള വൈരാഗ്യം തോന്നാം. ആ ആയിരിക്കാം ഈ രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ തലയിലേക്ക് ഇതുപോലൊരു ക്രൂര കൃത്യം കൊണ്ട് എത്തിക്കാനുള്ളൊരു കാരണം വ്യക്തമായ തെളിവുകളില്ല. കാരണം ഓപ്പോസിറ്റ് നിന്നത് ഗവൺമെന്റ് വക്കീലാണ്, അല്ലെ? അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ അണ്ടറിൽ കയറിയിട്ട് ഇതുപോലുള്ള കേസുകളുടെ തെളിവുകളും കാര്യങ്ങളും നശിപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഓപ്പോസിറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്നും ഇതിനകത്തൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഈ ഇന്ന് നടക്കുന്ന ഇലക്ഷനകത്ത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമല്ലേ. പിന്നെ എന്ത് കണ്ടിട്ടാണ്? ജനവിധിയാണോ ആ ഒരു വ്യക്തിനകത്ത് വിക്ടിമാന്ന് പറയുന്നത്? അതോ മാധ്യമങ്ങളാണോ പറയുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ട് വിക്ടിമാണെന്നുള്ളൊരു കാര്യം? ഈ 6 പേർക്ക് ശിക്ഷ കിട്ടിയല്ലോ, അതിൽ ആരെങ്കിലും ഒരാൾ സന്തോഷിക്കുന്നത് കണ്ടോ? എന്നാൽ ഞാൻ കണ്ട ഒരാൾ സന്തോഷിക്കുന്നത്, ഈ കേസ് ആദ്യമായിട്ട് കണ്ട ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് സന്തോഷിക്കുന്ന വ്യക്തമായിട്ട് കണ്ടു. 2, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതിൽ 1-ാം പ്രതി പൾസർ സുനി ഇതേ സമാന രീതിയിലുള്ള കേസ് 2011-12 കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതെന്ത് എടുത്തു വെച്ച് ആരും സംസാരിക്കാത്തത്? അപ്പൊ അദ്ദേഹത്തിന്റെ മോട്ടീവ് എന്താണെന്ന് വ്യക്തമായിട്ട്, ഈ മോട്ടീവ് എന്താണെന്നല്ല ഒരുപാട് ആൾക്കാർ അറിയാത്തത്. അതും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല അതിനകത്തുള്ള വ്യക്തമായ മോട്ടീവ് എന്താണെന്നൊരു കാര്യം. കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ മാർട്ടിൻ ആന്റണി പുറത്തു എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് കുറ്റം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് മഞ്ജു വാര്യറും രമ്യ നമ്പീശനുമാണ്, ദിലീപിനകത്ത് പങ്കില്ല, ദിലീപിനെ ഇതിനകത്ത് പെടുത്തിയതാണെന്നുള്ള കാര്യം. അതും ആരും എവിടെ എടുത്ത് വെച്ച് ചർച്ച ചെയ്തിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ ഉളവാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞ് ഒരിക്കലും ഇത് ഇരയുടെ കൂടെ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇരയുടെ കൂടെയാണ്. ഇരയ്ക്ക് വേണ്ടിയിട്ട് 6 പേര് ഇതിനകത്ത് വ്യക്തമായ പ്രതികളായി വരികയും ചെയ്തു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ അതിൽ സംതൃപ്തനാണ്. ഇനിയും അതിന്റെ ബാക്കിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക തന്നെ വേണം. ഇനി അത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോഴത്തേന് അതിന് പ്രോപ്പറായ തെളിവുകൾ നിരത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല ഇനി പ്രോപ്പറായ തെളിവുകൾ നിരത്താൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തമായി വരട്ടെ. അല്ലാതെ നമുക്ക് കോടതിക്ക് മുകളിലോ അല്ലെങ്കിൽ നിയമ നടപടിക്ക് മുകളിലോ കയറിയിട്ട് അത് ചെയ്തതല്ല, ഇത് ചെയ്തതല്ല, അങ്ങനെയല്ല വേണ്ട എന്ന് പറയാനൊന്നും നമുക്ക് വ്യക്തമായി. നമ്മൾ ഇതുവരെ ഒരു പേപ്പർ വർക്ക് കണ്ടിട്ടില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊഴികൾ കണ്ടിട്ടില്ല, ഒരു സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ഞാനും അതിജീവിതയ്ക്കൊപ്പമാണ്. അത് ചെയ്ത അവരെ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കട്ടെ. ഇത് അവര് തമ്മിൽ എന്തെങ്കിലും പണക്കോട്ടെന്ന് പറഞ്ഞിട്ട് ഇയാളാണ് ചെയ്തത് നിങ്ങളുടെ വരുത്തി വെച്ചിട്ട് പുള്ളിയുടെ 8 വർഷമാണ് ജീവിതം കളഞ്ഞത്. അവർക്കൊപ്പമാണ് ഞാൻ. അവരെ ചെയ്തവരെ ശിക്ഷിക്കണം. കോടതിയെ എന്ത് ശിക്ഷ വിധിച്ചാലും അതിന് സപ്പോർട്ടാണ്. തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ എന്തിനാ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ്. 8 വർഷമാണ് ആ ഒരു വ്യക്തിയുടെ പോയത്. ആ വ്യക്തിയുടെ മകളിലേക്ക് ഇതുപോലെ ഒരു കേസ് എടുത്ത് വെക്കാനിട ഇടയുണ്ടായ സാഹചര്യം എന്താണെന്ന് ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കണം. കുറച്ചൊന്ന് ബാക്കിലോട്ട് പോയിട്ടുള്ളത് ഇത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ആരും അതിജീവിതയുടെ കൂടെ അല്ല എന്ന് പറയത്തില്ല. കാരണം ഈ നാട്ടിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ 3.5 കോടി ജനങ്ങളും അതിജീവിതയ്ക്കൊപ്പം തന്നെ ആയിരിക്കും. പക്ഷെ എല്ലാവരും ദിലീപിനെതിരാണെന്നില്ല. പക്ഷെ കുറച്ചധികം വ്യക്തികൾ ദിലീപിനെതിരാണ്. കാരണം വ്യക്തമായ മാധ്യമങ്ങളിൽ ആ സമയങ്ങളിൽ വന്നിട്ടുള്ള ന്യൂസുകളും അതിനകത്തുള്ള തർക്കങ്ങളും, മഞ്ജു വാര്യർ ദിലീപ് തമ്മിലുള്ള ഒരു തർക്കം, മഞ്ജു വാര്യർ കാവ്യ തമ്മിലുള്ള തർക്കം, ദിലീപ് കാര്യമാധവൻ തമ്മിലുള്ള അടുപ്പം, ഇതെല്ലാം ദിലീപിനെ ഒരു സൈഡിലേക്ക് കോർണർ ചെയ്ത് ഈ ഒരു കേസിന്റെ മെയിൻ പ്രതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പല ഊഹാപോഹങ്ങളും പല വീഡിയോ ക്ലിപ്പുകളും സംഭവങ്ങളൊക്കെ കുറച്ച് വന്നതിന്റെ ഭാഗമായിട്ടാണ് ദിലീപ് ഇതിനകത്ത് ഒരു മെയിൻ പോയിന്റ് ആയിട്ട് ഒരു സൈഡിലേക്ക് വന്ന് ഇറങ്ങിയത്. എന്നാൽ ദിലീപ് ഇതിന് വ്യക്തമായ ഒരു ധാരണ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദിലീപ്. തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും
ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നും ദിലീപ് വാദിക്കുന്നു. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടി. ഇന്നലെ ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിൽ ഒരു ഗൂഢാലോചന തുടങ്ങിയത് മഞ്ജു ഗൂഢാലോചന എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് എന്ന്. അതിനൊപ്പം തന്നെ ദിലീപിന്റെ അഭിഭാഷകനും പറഞ്ഞു ഇതിൽ മുതിർന്ന IPS. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മഞ്ജു ഗൂഢാലോചന എന്ന് പറഞ്ഞൊരു കാര്യം തുടങ്ങിയതിൽ നിന്നാണ് തുടങ്ങിയെന്ന് ദിലീപ് പറയുന്നതിന് മുമ്പ് തന്നെ മാർട്ടിൻ ആന്റണി ഇതുപോലെ ഒരു മാധ്യമത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മഞ്ജു വാര്യർ ചെയ്യിപ്പിച്ചൊരു കാര്യമാണെന്നുള്ള കാര്യം. അപ്പൊ പൊക്കിക്കൊണ്ട് വരുമ്പോഴും സംസാരിക്കുമ്പോഴും ഇനി അതും കൂടെ എടുത്തു വെച്ച് അതെന്താണ് അങ്ങനെ പറയാൻ ഇടവേണ്ട, ആ സാഹചര്യം എന്താണ്, അത് എന്തിനാണ് പറഞ്ഞത് എന്നൊന്ന് ചിന്തിക്കാമല്ലോ. അത് ഇവർക്ക് എടുത്തു വെച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാമല്ലോ, ക്രോസ് വെരിഫിക്കേഷൻ നടത്താമല്ലോ. അല്ലാതെ വേറെ റൂട്ട് മാപ്പും ഒരു പ്രതി ആരാണെന്ന് മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി ആ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് പോവുക, ആ ഒരു വ്യക്തി മാത്രം പോകുന്ന വഴിയിലേക്ക് പോവുക, ആ ഒരു വ്യക്തി വഴിമാറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പേടിച്ച് വഴിമാറി പോകുന്നു എന്നൊക്കെ പറയുക. എന്താ ഔചിത്യം ഇതിനകത്തുള്ളത്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വീഡിയോസ് ആയി ഇതിനകത്ത് കാണിച്ചു തരാം. ഉദ്യോഗസ്ഥ ഈ കേസ് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൽ ഈ ഗൂഢാലോചന തുടങ്ങിയത്. അവർ അകാരണമായി ദിലീപിനെ ഇതിൽ പ്രതിയാക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ദിലീപ് എന്തായാലും ഒരു നിയമ നടപടിയിലേക്ക് തന്നെ പോവുകയാണ് എന്നാണ്. ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾക്കെതിരെയൊക്കെ ദിലീപിന്റെ നിയമ നടപടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കേസുകൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിചാരണ കഴിഞ്ഞ ഈ കേസിന്റെ വിധിപ്പകർപ്പ് കിട്ടിയാൽ ഉറപ്പായും ഇതിൽ ഒരു നിയമ നടപടിക്കും ഈ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാനും തന്നെയാണ് നടന്റെ തീരുമാനം. അതിൽ പ്രധാന ശത്രു എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. തന്നെ ഒരു കാരണവുമില്ലാതെ മുഖ്യമന്ത്രി പോലും ഇതിലൊരു ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് തന്റെ പേര് വിലച്ചഴിച്ച് ഗൂഢാലോചന കുറ്റം ചുമത്തി തന്നെ പ്രതി ചേർക്കുകയായിരുന്നു. തന്നെ 1 മണിക്കൂർ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്ത് അത് 12 മണിക്കൂറാക്കി ഉദ്യോഗസ്ഥർ പുറത്തു പറഞ്ഞുകൊടുത്ത് മാധ്യമങ്ങളിലൂടെ പലതും ചോർത്തി തന്റെ കഴിഞ്ഞ 7 വർഷത്തെ കരിയറും ജീവിതവും നശിപ്പിച്ച ആളുകൾക്കെതിരെ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് നടന്റെ തീരുമാനം. ദിലീപിനെ പ്രതി ചേർത്തതും ദിലീപിനെ ചോദ്യം ചെയ്തതും ദിലീപിന്റെ അറസ്റ്റും ഒക്കെ ദിലീപ് പറയുന്നത് ഇതൊരു പ്രത്യേക സംഘത്തിന്റെ ഗൂഢാലോചനയാണ്, അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചനയല്ല. ഈ കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്ത 6 പ്രതികൾക്ക് അപ്പുറം മറ്റാരും ഇല്ല എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് തന്നിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നൊക്കെയാണ് ദിലീപ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനകത്ത് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ അനുഭവിച്ചൊരു കാലയളവും കടന്നുപോയിട്ടുള്ള മാനസികമായ രീതികളും ഇരയാക്കപ്പെട്ട പെൺകുട്ടി പോയിട്ടുള്ള മാനസിക രീതി ഞാൻ പരിഗണിക്കുന്നുണ്ട്. അത് ഒരിക്കലും മരണം വരെ ആ പെൺകുട്ടിക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. പക്ഷേ ഇതിനപ്പുറം നിൽക്കുന്ന ഒരു വ്യക്തി ഇതുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ പോലും കിടന്ന് ഇത്രയധികം ഉരുകി, ഇത്രയധികം ജീവിതത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട്, ഇത്രയധികം സാമ്പത്തികം നഷ്ടപ്പെട്ട്, ഇത്രയധികം നാണക്കേട് സഹിച്ച്, കുടുംബങ്ങൾക്ക് നാണക്കേട്, മക്കൾക്ക് നാണക്കേട്, ഭാര്യയ്ക്ക് നാണക്കേട് എന്ന രീതിയിലൊക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. അത് നിർത്തിയെടുത്തു ഇത് തുടരണം. ഇത് തുടർന്ന് ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കണം. ഇനി ചിലപ്പോൾ ഇതിന്റെ പിന്നിൽ വേറൊരു പ്രതിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരും ഊഹിക്കാത്തൊരു വ്യക്തിയാണ് ഇതിന്റെ ബാക്കിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ജനങ്ങൾ ചിലപ്പം റോട്ടി വെച്ച് കല്ലെറിഞ്ഞ് തീർക്കുമായിരിക്കും. ഉള്ള കാര്യം പറയില്ല, കല്ലെറിഞ്ഞ് തീർക്കുമായിരിക്കും. ആ ഗതിയിലേക്കാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വിധി വന്നപ്പോഴത്തേന് ജനങ്ങളുടെ ആരവവും ആഘോഷവും രോക്ഷവും എനിക്ക് കാണാനായിട്ട് സാധിച്ചത് വ്യക്തമായിട്ട്. ഇനി ഇതേ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ രീതിയിൽ പൾസർ സുനി ഇതേ ക്രൈം തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമായി പറയുന്നുണ്ട്. പൾസർ സുനി 2011-12 കാലഘട്ടത്തിൽ എന്തോ ആണ്, എനിക്ക് കൃത്യമായിട്ട് ആ വർഷം ഓർമ്മയില്ല. ഇതുപോലെ വേറൊരു നടിയെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ വീഡിയോ ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തി തന്നെയാണ്. ഇത് ഇവർക്ക് പണത്തിന് വേണ്ടി, ഇത് ആർക്ക് വേണ്ടി എന്നുള്ളത് പോകുന്നിടത്താണ് നിങ്ങൾ വേറെ പരന്ന് ഈ അന്വേഷണം പോകുന്നത്. ഇത് ഇവർക്ക് ഇതിൻ്റെ മുമ്പും ഇതേ ചരിത്രമുള്ളവരാണ്, ഇതേ കുറ്റം ചെയ്യാൻ ശ്രമിച്ചവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അങ്ങനെ ചരിത്രമുള്ള ആളുകൾ പിന്നെയും എങ്ങനെയാണ് സിനിമയിൽ തുടരുന്നത് ചോദിച്ചില്ലേ ശ്രീ മഹേഷ്? ഇതേ ചരിത്രമുള്ള ആളുകൾ നേരത്തെ ഈ മേനകയ്ക്ക് ഒരു അനുഭവം ഉണ്ടായതായി പറഞ്ഞിരുന്നു. ഈ ആളുകൾ എങ്ങനെയാണ് സിനിമയിൽ തുടരുന്നത്? ഇയാൾ മുകേഷിനെ പോലെ ഒരാളുടെ ഡ്രൈവറായിരുന്നു ദീർഘകാലം. വിനു പറഞ്ഞ ആ പോയിന്റ് വളരെ അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടുമാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പം മുകേഷിൻ്റെ ഒരുപാട് MLA ആയിരുന്ന മുകേഷിൻ്റെ ഡ്രൈവറായിരുന്ന ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ ഇവരാരും തന്നെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പം ഇത്രയും കോൺട്രവേഴ്ഷ്യലായിട്ട് ഇത്രയും ഉയർന്നു വന്നതിന് ശേഷമാണ് ഇപ്പം യൂണിയൻ തന്നെ അങ്ങനെ തീരുമാനിച്ചു തുടങ്ങിയത്. മറ്റത് ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ പോകുന്നു എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. യൂണിയൻ കാർഡ് ഇപ്പം നിർബന്ധമാക്കിയപ്പോൾ ആ കാർഡിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഫെഫ്കഡ് ആണെങ്കിലും ഡ്രൈവേഴ്സ് അസോസിയേഷൻ യൂണിയൻ്റെ കീഴിലാണെങ്കിൽ വരുന്നെങ്കിലും അതിൻ്റെ നിയമങ്ങൾ ഇത്രത്തോളം കടുപ്പിച്ചു കൊണ്ടുവന്നത് ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് ശേഷമാണ്.
അതിനു മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല, അതും സത്യമാണ്. എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ, അനുഭവങ്ങൾ ഓരോന്ന് വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നത്. എവിടെയെങ്കിലും ഒരു അപകടം നടക്കുമ്പോഴായിരിക്കും ആ കുഴി അടയ്ക്കാനായിട്ട് നോക്കുന്നത്, ആരെങ്കിലും കൊക്കെ വീഴുമ്പോഴായിരിക്കും അവിടെ ബാരിക്കേച്ചർ വയ്ക്കാൻ നോക്കുന്നത്. അതുപോലൊരു പ്രവണതയാണ് ഇത്രയും വലിയൊരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം സിനിമകൾക്കിടയിലോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കിടയിലോ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം. ചില വഴി കൂടെ പോയൊരു കാര്യമാണെങ്കിൽ നമ്മുടെ ഡ്രൈവറാണെങ്കിൽ നമ്മുടെ തലയുടെ മേളിലേക്ക് തന്നെ വരും. അപ്പൊ എന്നിരുന്നാലും ഈ ഒരു പ്രതിക്ക് ഇതുപോലെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലേ, ആ ഒരു വ്യക്തി വീണ്ടും ആ ക്രൈം ചെയ്യുമ്പോഴത്തേക്കിന് അതിന്റെ പോസിബിലിറ്റി എന്തായിരിക്കും, അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും, അതിന്റെ മോട്ടീവ് എന്തായിരിക്കും? വ്യക്തമായിട്ട് പൈസ, ആ ഒരു പൈസ തന്നെ ആയിരിക്കും മോട്ടീവ്. ഇതൊന്നും പറയാൻ നമ്മൾ കേസ് നടത്തിയ ആൾക്കാരല്ല, നമ്മൾ കോടതിയിൽ പോയി ഇത് കണ്ടവരല്ല. ഇതുപോലെ മാധ്യമത്തിലൂടെ, ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ, ഫോണിലൂടെ ഒക്കെ നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ കണ്ടുവരുമ്പോഴത്തേന് നമുക്ക് തന്നെ പല കാര്യങ്ങൾ കാണുമ്പോഴത്തേനും ചില കാര്യങ്ങൾ എങ്ങനെയെങ്കിലും വിലയിരുത്താനായിട്ട് സാധിക്കും. ആ സാധിക്കുന്നതിന്റെ മാത്രം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് വിലയിരുത്തുന്നത്. ഈ കേസിൽ വ്യക്തമായിട്ട് തുടക്ക സമയത്ത് ആസിഫ് അലി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ദിലീപിനെതിരെയായിരുന്നു റെസ്പോണ്ട് ചെയ്ത്. കുറച്ചു കാലം അങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് ആസിഫ് അലി പറഞ്ഞ കാര്യങ്ങൾ ആസിഫ് അലി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ദിലീപിനൊപ്പമാണ്, ഇരയ്ക്കൊപ്പമാണ്. ഇര എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രിയിൽ ഭാവനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആസിഫ് അലി ആണെന്നുള്ളൊരു കാര്യം. ആ ആസിഫ് അലി തന്നെ പറയുന്നത് ഇരയ്ക്കൊപ്പമാണ്, അതുപോലെ ദിലീപിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അപ്പം ഇതിനകത്ത് വ്യക്തമായ ക്ലാരിഫിക്കേഷൻ അവർക്ക് പോലും ലഭിച്ചിട്ടില്ല. എന്നാൽ അതിനുശേഷം ഇന്ന് വോട്ടിങ്ങിൽ വന്നപ്പോൾ ആസിഫ് അലി കൊടുക്കുന്നൊരു പ്രതികരണമുണ്ട്. കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്തും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്, തീർച്ചയായും പിന്തുണയുണ്ട്. ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അതാണ് വ്യക്തമായിട്ട് ചെയ്യേണ്ടത്. അല്ല അതിന് മേളിലുള്ള ആരോപണം കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ആരോപണം മാത്രം പോരാ, അതിന് തെളിവുകൾ കൊണ്ടുവരട്ടെ. അപ്പോഴല്ലേ ഈ പറയുന്നതിനും ചെയ്യുന്നതിനും കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണയുള്ളൂ. എന്നാൽ ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വെരി ഫസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തിയാണ് ലാലിന് ഈ ഒരു വിധിയെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയല്ലോ. എനിക്ക് ജെന്യുവൻ ആയിട്ട് ഒരു വിധി ഏത് രീതിയിൽ മാനിക്കണം എന്നുള്ളൊരു കാര്യം ലാലിന്റെ അഭിപ്രായത്തിലൂടെ എനിക്ക് മനസ്സിലായത്. നമ്മൾ രണ്ടാമതായിരിക്കായിരുന്നു ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ അതിനകത്ത് പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും കൊന്നുകളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. പക്ഷെ പിന്നീട് നമ്മൾ സാവകാശം ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ വിധി വന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നു. അവർക്ക് എത്ര കണ്ടിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല, അതിനെ വരണം. എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ സന്തോഷവാനാണ്. പിന്നെ ഈ ഗൂഢാലോചനയുടെ കാര്യത്തിൽ അത് പിന്നീട് ഉയർന്നു വന്നൊരു പ്രശ്നമാണ്, അതിനെ കണ്ടെത്തിയൊരു പ്രശ്നമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതിനപ്പുറം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നിങ്ങളെക്കാൾ കൂടുതൽ പോലീസ് ഓഫീസേഴ്സിനറിയാം, കോടതിക്കറിയാം, വക്കീലന്മാർക്കറിയാം, എല്ലാവർക്കും അറിയാം. അതിനേക്കാളൊക്കെ ഏറ്റവും കുറവ് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നതിനകത്ത് അർത്ഥമില്ലാന്ന് തോന്നുന്നു. കാരണം പൂർണ്ണമായിട്ട് അറിയാത്തൊരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വശത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻ, ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വശത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവരെ അറിയിക്കുന്നത് ഞാനാണ്. അല്ലാതെ അത് പി.ടി. തോമസ് ഒന്നുമല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് പി.ടി. തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴോ പി.ടി. തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ, എനിക്ക് അവൻ്റെ സംശയമുണ്ട്, എന്തോ അവൻ്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണെന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിക്ക് പോലും വ്യക്തമായ ഒരു ഉദ്ദേശമോ ധാരണയില്ല. സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ അറിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എന്തായാലും ലാൽ വന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് യോജിക്കുന്നില്ല. കാരണം കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും ഇതിനകത്ത് വ്യക്തമായ ഒരു ധാരണയില്ല ഇതിന്റെ പിന്നിൽ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദിലീപിന് ഇൻവോൾവ്മെന്റ് ഏതെങ്കിലും ഒരു പോർഷനിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല.
അതിൽ കൂടുതൽ അല്ലെങ്കിൽ ദിലീപിനെ കോർണർ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഈ മാധ്യമങ്ങൾക്കിടയിലുള്ള ഒരു തന്തയില്ലായ്മ തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കോടതിയിലേക്ക് പോകുമ്പോഴത്തേക്കിന് അദ്ദേഹം മാധ്യമങ്ങളെ പേടിച്ച് ഒളിച്ചു പോകേണ്ട കാര്യം എന്തുവാ? അല്ല, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയ കോടതിയിലേക്ക് തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. അല്ലാതെ ഇതിന്റെ ഇടയിൽ കൂടെ എവിടെയോ ഒളിച്ചു പോകാവുന്നില്ല. റിമാൻഡ് പ്രതി അല്ലെങ്കിൽ ഒളിച്ചു പോകാൻ നിൽക്കുന്നല്ല, വ്യക്തമായ വിധി എന്താണെന്ന് അറിയാനായിട്ട് പോവുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ദിവസവും അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് വരിക. ആ പോകുന്ന ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ആകാശ ദൃശ്യങ്ങൾ അബിൻ അജയ് പകർത്തുന്ന ഡ്രോൺ വിഷ്വൽസ് ആണ് പ്രേക്ഷകർ കാണുന്നത്. അബിൻ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ സഞ്ചരിക്കുന്ന ഈ ഡ്രോൺ വിഷ്വൽസ് കൃത്യമായി ദൃശ്യങ്ങൾ ഒപ്പിക്കൊണ്ട് പ്രേക്ഷകർക്കൊപ്പമുണ്ട്. ഞാൻ വിചാരിച്ചതേ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്പമെങ്കിലും മനുഷ്യപ്പറ്റില്ലാത്ത വ്യക്തികളെന്ന്. പല ടോപ്പിക്കുകൾ എടുത്ത് സംസാരിക്കുമ്പോൾ അവരൊന്നും അല്ല. എന്നെയൊക്കെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ മനുഷ്യപ്പറ്റുണ്ട്, ഇതിൽ കൂടുതൽ മാനസിക പരിഗണന കൊടുക്കുന്നുള്ള വ്യക്തിയാണെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാണുന്ന കാഴ്ചകൾ കാണപ്പെടുത്തിന് ഇവനൊക്കെയാണ് മൃഗങ്ങൾക്ക് തുല്യം. ഇമാരെ കൊണ്ടുപോയിട്ട് നല്ല തിരുവനന്തപുരം സൂര്യട്ടേണ്ട പരിപാടിയൊക്കെ പിടിച്ച് ക്യാമറയും കൊടുത്ത് മൈക്കും കൊടുത്ത് ഇറക്കിയിരുന്നു. ആ പോകുന്ന വഴി ദിലീപിന് കോടതിയിലേക്ക് 8ാം പ്രതി കോടതിയിലേക്ക് എല്ലാം എഴുതി കാണിച്ച് പോകുന്ന വഴി റൂട്ട് മാപ്പ്, മേളിക്കൊരു ഡ്രോണ്, അത് പറത്താനായിട്ട് ബാക്കിൽ കൂടെ വണ്ടിയിൽ കൂടെ ഒരാള്. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വ്യക്തമായ ധാരണ ഒരു സൈഡിലും എവിടെയും ഇല്ല. പക്ഷെ ദിലീപാണ് പ്രതി. ദിലീപിന് ഇതിനകത്ത് ശിക്ഷ കിട്ടാത്തതിലാണ് എന്ന 6 പേർക്ക്, ഇതിനകത്ത് ഇത്രയും വലിയ കൂടകൃത്യം ചെയ്ത 6 പേർക്ക് ശിക്ഷ കിട്ടിയതിനകത്ത് ആർക്കും ഒരു തരത്തിൽ സന്തോഷം കാണുന്നില്ല. ഇനി ഈ മാധ്യമങ്ങളെ ഞാൻ പറയാനിടയുണ്ടായ സാഹചര്യം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പൾസർ സുനിയുടെ ഒരു ലീക്ക്ഡ് വീഡിയോ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടായിരുന്നു. ആങ്കർ ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഇന്നലത്തെ ദിവസം കോടതി വളപ്പിൽ നിന്നുകൊണ്ട് ഇരക്കൊപ്പം എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ടുള്ള ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെതിരെ നിന്ന് തർക്കിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ കേസുമായിട്ട് കൂടുതലധികം സംസാരിച്ചുകൊണ്ടിരുന്നതും ആ ഒരു വ്യക്തി തന്നെയാണ്. ഇവര് ഇന്റർവ്യൂ എടുത്ത ആരത്? ഈ പൾസർ സുനി എന്ന് പറഞ്ഞൊരു വ്യക്തി. അതും പൾസർ സുനിയുടെ വീഡിയോ ഇവർ ലീക്ക്ഡ് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഇത്രയും വലിയ ക്രൂരകൃത്യം, ഒരു പെണ്ണിന് മേളിൽ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ഒരു വണ്ടിക്കകത്ത് അർദ്ധരാത്രി കാണിച്ചു കൂട്ടി ഇവനെ കൊണ്ടുവന്നിരുത്തി എന്ത് ശാന്തമായിട്ട് സമാധാനത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഇവരുടെ ഔചിത്യം എന്തുമായിരിക്കും? ഇവരുടെ അതിനകത്തുള്ള ആ ഒരു ഇൻവോൾവ്മെന്റ് എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ആ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2021 ബാലേന്ദ്രകുമാറിന്റെ ശേഷം പൾസർ സുനി ഇതിൽ കഥയിലില്ല, കാരണം ദിലീപിനെ കേന്ദ്രീകരിച്ചാണ്. പക്ഷെ 2021 മുമ്പ് മുഴുവൻ പറയുന്നത് പിന്നെ പൾസർ സുനി വേറെയും പലരെയും ഇതുപോലെ ആക്രമിക്കുന്നു. 5 പേര് പോലീസിന് മൊഴി കൊടുത്തു. അത് സമാധാനമായ രീതി. പക്ഷെ അതെല്ലാം സെറ്റിൽ ചെയ്തു. ശരിയാണ്. അപ്പൊ അത് പക്ഷെ അവര് പരാതിയില്ല. അവർ പറഞ്ഞു സന്ധ്യയോടാണെന്ന് തോന്നുന്നു അന്ന്. പക്ഷെ അത് പക്ഷെ ദിലീപാണോ വേറെ ആൾക്കാരാണ്. അത് ദിലീപാണോ? അത് ചെയ്യിപ്പിച്ച ദിലീപാണോ? എന്തുപാടാ നിങ്ങളുടെ മാധ്യമധർമ്മം? നിങ്ങളൊരു വ്യക്തിയെ ഇരയായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മേളിൽ കുറ്റം ആരോപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഇപ്പം, അതായത് ഇന്നലത്തെ ദിവസത്തെ നിങ്ങൾ കാണിച്ചിട്ടുള്ള പ്രകടനങ്ങൾ കണ്ടൊരു വ്യക്തി എന്ന രീതി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ഇതിന്റെ പുറകിൽ കിടന്നുകൊണ്ട് ഇത്രയും അധികം ഇരയോടുള്ള സ്നേഹമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്രയും അധികം ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിന് ഇത് പൊളിക്യാമറയാ, ആരും അറിയാതെടുക്കുന്ന വീഡിയോ കേട്ടോ, ലീക്ക്ഡ് വീഡിയോ ഈ സാധനം. നിങ്ങൾ ഇനിയും പറഞ്ഞാൽ പലരും അവർക്ക് അത് രീതിയിലല്ല. അപ്പൊ പുള്ളിക്ക് അങ്ങനെ അറിയാവുന്നതാണ് പുള്ളിക്ക് ഇതിനകത്ത് നടക്കുന്ന മൊത്തം അറിയാം. ആരും പറയില്ലല്ലോ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ആരും പുള്ളില്ല, നിലനിൽപ്പാണ് പ്രധാന കാര്യം. പിന്നെ പറയും ആ നിലനിൽപ്പ് സ്വന്തം കയ്യിലായി. റോഷി ചേട്ടൻ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം റോഷി ചേട്ടൻ. എനിക്കൊരു നാറികളുടെ റീമയൊക്കെ പറയും പോലെ അങ്ങനെ പറയും. ഇത് വ്യക്തമായ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തെളിവുകൾ കോടതിയിൽ അവസാന നിമിഷം നിരത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സാധനം ഒരു തെളിവായിട്ട് എത്രമെന്ന രീതിയിൽ എങ്ങാണ്ട് കാണിച്ചു കൂട്ടിയ കാര്യമായിട്ടാണ് എനിക്കിത് പേഴ്സണലി കണ്ടപ്പോൾ എനിക്ക് ഇപ്പൊ ഇത് കാണുമ്പോൾ ഫീൽ ചെയ്തത്. അന്ന് ഇത് കണ്ടെങ്കിലും ഇപ്പോഴാണ് ഇതിനകത്തുള്ള വ്യക്തമായിട്ടുള്ള മാധ്യമധർമ്മം എന്താണെന്നും അവരുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്നും ഒരാളെ വ്യക്തമായിട്ട് എങ്ങനെ ഒരു സൈഡിലേക്ക് ക്രൂരമായിട്ട് കോർണർ ചെയ്യാമെന്നും ജനവിധി എന്താണെന്നും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതൊരിക്കലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഇരയ്ക്ക് എതിരെ സംസാരിക്കുന്നതല്ല. പക്ഷെ ആ അപ്പുറം നിൽക്കുന്ന വ്യക്തി ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്നത് വളരെയധികം മോശവും ചെറ്റത്തരവാണ്. അത് മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്.